ഞങ്ങളുടെ ഇന്ന് തറവാട്ടിലെ ഈ പരിപാടി നടക്കത്തുമില്ല, നടക്കാനോട്ട് ഞങ്ങൾ സമ്മതിക്കയില്ല. അതുകൊണ്ട് ഇതൊന്നും കണ്ട് കൈകെട്ടി നിൽക്കാൻ പ്രഭേനെ കിട്ടില്ല മധുവേട്ട. ആ, ഇവിടെ സ്ഥാനത്തെങ്ങാനും നമ്മുടെ കുഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടി എന്നെ തീ കൊളുത്തി കയറ്റി വിട്ടേനല്ലോ. പിന്നെ സെമിനാറിന് പോയപ്പോ എന്താ സംഭവിച്ചെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ബാലുമോന് അബദ്ധത്തിൽ വീണതല്ല, അത് ഇവളുടെ പ്ലാനിങ് ആയിരുന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് അവൻ ഇവിടെ വന്നത്. ഇനി ഇവളെ ഈ വീട്ടിൽ നിർത്തണമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോ? ആ, പ്രഭ തന്നെ പറയുന്നത്. എന്താ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവളിനി ആരുടെയൊക്കെ ജീവൻ എടുക്കുന്നുള്ളത് ആർക്കറിയാം? ഇവളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി ഇവൾ ഏതറ്റം വരെ പോള്, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇതേപോലെ വന്നങ്ങ് നിൽക്കും. ഇപ്പൊ തന്നെ ഈ നാട് മുഴുവൻ സംശയങ്ങൾ അറിയോ? ഞാൻ ഇവിടെ നിൽക്കുന്ന നാണക്കേടാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. ഈ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. മോള് നീ എന്തായി പറയുന്നേ? വയ്യ. ആരെയാ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടേ? ഞാൻ തെറ്റുകാരല്ലെന്ന് ആരെയാ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടേ? ബാലുടെ ജീവൻ എടുത്ത ഞാനാണെന്നല്ലേ പറയുന്നേ? വയ്യ എനിക്ക്, പോയിക്കോളാം ഞാൻ. ആരെങ്കിലും പറയുന്ന കേട്ട് വീട് വിട്ട് ഇറങ്ങേണ്ടവളല്ല നീ. ഇത് നിന്റെ വീടാ, നിനക്ക് മാത്രം അവകാശപ്പെട്ട വീട്. ഇവിടുന്ന് നിന്നെ ഇറക്കി വിടാൻ ആർക്കും ഒരു അവകാശവും ഇല്ല. അങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ടി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോവാം, ആരും തടയില്ല. ഓഹോ, ആ പറഞ്ഞതിനർത്ഥം ഞങ്ങളോട് ഇറങ്ങി പോകാനല്ലേ? ജീവൻ മടയം വെച്ച് ഇവിടെ കിടക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂര ഞങ്ങൾക്കുണ്ട്. വാ മോളെ. അവിടെ എത്ര കാലം ആ പാവത്തിനെ ഇരുത്തുമെന്ന് കണ്ടറിയണം. ഇവിടുത്തെ ചൊറിയാമ്പടി ചിലപ്പോ ഒരു വിമാനം വാടകയ്ക്ക് എടുത്തുണ്ട് എന്ന് അവിടെ നിന്ന് ഇറക്കി വിടാനും മതി. എന്നാ ഞാനും ആ വിമാനത്തിൽ കയറി അങ്ങ് പോവും. എടി കൊച്ചെ, അവനെ നോക്കിയെന്ന് കാല് കഴിച്ചെങ്കിലേ ഇവിടെ എങ്ങാനും വന്നിരിക്കാൻ നോക്ക്. എന്റെ കാര്യത്തിനെ ഞാൻ തന്നെ കാല് കഴിച്ചല്ലേ പറ്റൂ. വെറുതെ കാല് കഴിച്ച് നിക്കാന്നല്ലാതെ ഒരു ഉപയോഗമില്ല. ആ, ദേ വരുന്നല്ലോ. എടി കൊച്ചെ, അങ്ങോട്ട് ചെല്ലുന്നേ. ഞാനും കൂടെ അവിടെ ഒരു ചെന്നിട്ട് ഉടനെ പിറകെ അങ്ങ് പോവാ. ഇപ്പൊ തന്നെ കിട്ടും. എന്റെ മാഷേ, എവിടെയായിരുന്നു ഇത്ര നേരം? ഏത് മാഷ്? നിന്നെ ഏത് സ്കൂളിലാടി പഠിപ്പിച്ചേ? പപ്പ, എന്തൊരു മനുഷ്യനാ പപ്പ. പപ്പയുടെ മോൻ വിളിച്ചാലും എടുക്കത്തില്ല. ഉച്ചയായപ്പോ ഓഫീസിൽ നിന്ന് മുങ്ങിയതാ. എവിടാന്ന് ചോദിച്ചപ്പോ നീ എന്തിനാ അന്വേഷിക്കുന്നേ? പോകുന്നതും വരുന്നതൊക്കെയുള്ള കാര്യങ്ങൾ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്, അപ്രന്റീസിനെ അറിയിക്കേണ്ട ആവശ്യമില്ലാന്ന്. എന്റെ പപ്പ, ഞാൻ 2 or 3 മെസ്സേജ് അയച്ചു, ഒരു റിപ്ലൈയും ഇല്ലായിരുന്നു. ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞതാ. മമ്മിയോട് ഞാൻ പറഞ്ഞിരുന്നു, മമ്മി പെർമിഷനും തന്നതാ. അവൻ എന്തെങ്കിലും ബിസി ആയിരുന്നിരിക്കും മോളെ. ബിസി. എന്നാ മോനെ ഡേറ്റ്? കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. കഴിഞ്ഞോ? അതെന്താ? ആ പയ്യൻ കല്യാണത്തിന്ന് മാറിക്കളഞ്ഞോ? മാറിയതല്ല, മാറ്റിയതാ. മാറ്റിയോ? ആര്? ദൈവം തമ്പുരാൻ. അവരൊരുമിക്കരുതെന്ന് തീരുമാനിച്ചിരിക്കും. എന്താ മോനെ, എന്താ പറ്റിയേ? പിടിവിട്ട 3000-4000 അടി താഴ്ചയിലേക്ക് പോവും. ബോഡി പോലും കിട്ടിയില്ല. ഇനിയെല്ലാം നോക്കി നടത്തേണ്ടത് മോള. എനിക്കതിന് പറ്റുമോ അമ്മി? പറ്റും.
മോൾക്കേ പറ്റൂ. കുടിക്കേ. അപ്പു കഴിച്ചോ? സംസാരിച്ചോ? മുഖം തന്നില്ല മധുവേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ചെന്ന് സംസാരിക്കണമെന്ന്. ചെന്ന് കോംപ്രമൈസ് ചെയ്യേ, കാലേ വിഴ്. രാഹുൽ മോന്റെ കാര്യത്തിൽ മധുവേട്ടന് ഉറപ്പ് തന്നോണ്ട് കാലേ വീഴുമല്ല, ആ കാല് കഴിയാൻ വെള്ളം കുടിക്കും മധുവേട്ടാ. എടി ചെല്ല്. ചെല്ലാനല്ലേ പറഞ്ഞത്? ചെല്ല്, ചെന്ന് സംസാരിക്കും. ദണ്ണം വരുന്ന കൊച്ചൊന്നും കഴിച്ചില്ലല്ലോ. എങ്ങനെ കഴിക്കും? നീ പറഞ്ഞതൊക്കെ കേട്ട് അവളുടെ വയറ് നിറഞ്ഞു. ഇനി എന്തിനാ വന്ന് നിൽക്കുന്നേ? ബാക്കി വല്ലതും മനസ്സിൽ കിടപ്പുണ്ടോ അവളെ വിഷമിപ്പിക്കാൻ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആമി. ഞാൻ എന്തുവാ ഇങ്ങനെയായി പോയെന്നു. ആമി സത്യമായിട്ടും മുഖത്തോടുകൂടിയല്ല. എനിക്ക് ദേഷ്യം വരുമ്പത്തേനുണ്ടല്ലോ, കാലിന്റെ ഇവിടുന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ അരിച്ചു കേറിയിട്ട് കണ്ണിന്റെ ഇവിടെ വന്ന് അടിച്ചുകൊള്ളും. പിന്നെ എന്റെ ബോധം പോവും. അപ്പൊ പിന്നെ എനിക്ക് പറയണതൊന്നും ഓർമ്മയുണ്ടാവില്ല ആമി. ഞാൻ കൊച്ചിനോടൊന്ന് സംസാരിച്ചോട്ടെ, അത് കഴിഞ്ഞാൽ ഞാൻ പോയേക്കും ആമി. ഈ വീടിന് ഞാൻ ചേരൂല. ഇത്രയും നല്ല മഹത്വമുള്ളൊരു വീട്ടില് ഞാനിങ്ങനെ കിടന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നാണക്കേടല്ലേ? ഞാൻ എന്താണോ ദൈവം ഇങ്ങനെയായി പോയത്? കൊല്ലണം എന്നെ, അതാ വേണ്ടത്. എടി നീ അതും ഇതും പറഞ്ഞ് ആമീനെ കൂടി വിഷമിപ്പിക്കല്ലേ? ഇല്ല മധുവേട്ടാ, ഞാനിനി ആരെയും വിഷമിപ്പിക്കൂല മധുവേട്ടാ. മോളെ കണ്ടോട്ടെ. ചെല്ല്. കപ്പ് കഴുകണ്ട കേട്ടോ, ഞാൻ വന്നിട്ട് കഴുകി വെച്ചോളാം. ചെറിയ തുകയ്ക്കാണെങ്കിൽ പണയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെണ്ണുപിള്ളയുടെ ചെറിയ സമ്പാദ്യം ഉണ്ടേ, അത്യാവശ്യമാണെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി. കുഴപ്പമില്ല. ശരി എന്നാ പോട്ടെ സാറേ, പോട്ടെ. മോളെ ആരോഗ്യമൊക്കെ നോക്കിക്കോണേ കേട്ടോ. യോ അന്ന് 110 ആളിருக்கு പോ. ഇനി ഒറ്റ ആഴ്ച കൊണ്ട് നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ തീരും. നിനക്കൊരുപാട് കോണ്ടാക്ട്സ് ഉള്ളതല്ലേ, അക്കൗണ്ടിലോട്ട് ഇടാൻ പറ. ഇടാൻ പറഞ്ഞ ഞാൻ എവിടെയാ എന്താന്നൊക്കെ ആൾക്കാർ അന്വേഷിക്കില്ലേ? പറഞ്ഞു നിർത്താനുള്ള മിടുക്കൊക്കെ ഉണ്ടല്ലോ നിനക്കും. ബാലുവിനും ആ മിടുക്കൊക്കെ വേണം. നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങി പോന്നവരാ. ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സ്ട്രഗിൾ ചെയ്യാന്? ഇനി എന്തോ സ്ട്രഗിൾ ചെയ്യാന്? നിനക്ക് നീ എന്തൊക്കെയാ ഈ പറയുന്നത്? പുറത്തിറങ്ങി ഒരു ജോലി അന്വേഷിക്കാൻ പറ്റത്തില്ല, അപ്പോഴേ ID പ്രൂഫ് ചോദിക്കുമല്ലേ? കൽത്തോട്ടത്തിൽ ശിവശങ്കരന്റെ അമലാശങ്കറിന്റെ ഏക സന്തതി ബാലശങ്കർ ഇപ്പൊ രേഖയിൽ മരണപ്പെട്ടവൻ. ഇപ്പൊ ഈ ഉണ്ടാക്കിയ തൊപ്പി മറുകു ഇട്ടോണ്ട് കിടക്കേണ്ട അവസ്ഥയാ. മാറിക്കടി. എന്തുകൊണ്ടീ തുറച്ചു നോക്കുന്നു മുടച്ചി? ഉണ്ടെങ്കിൽ അത് ഇട് വെച്ച് എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ തരാം, അതെനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ പ്രമാണങ്ങളെല്ലാം എന്റെ നാട്ടില് ലോക്കറിലിരിക്കുക. ഈ ഒരവസ്ഥയില് ഇത്രയും ദൂരം യാത്ര ചെയ്യാനും പറ്റില്ല.
ഒരു കാറിൽ യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത ആരോഗ്യമില്ലാത്ത ഇവരെയൊക്കെ എന്ത് വിശ്വസിച്ച് ഞാൻ പണം കൊടുത്ത് കൊടുക്കുന്നത്? മനുഷ്യന്റെ കാര്യമല്ലേ, ഒന്നിനും ഒരു ഉറപ്പില്ലല്ലോ. അപ്പൊ എനിക്കൊരു ഉറപ്പ് വേണ്ടേ? അതിനാ ഡോക്യുമെന്റ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കും. പ്രമാണം കൊണ്ടുവരികയാണെങ്കിൽ കാശ് അപ്പോഴേ തരാം, കുഴപ്പമില്ല. പിന്നെ പലിശ, അതടവൊക്കെ കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ പലിശ കൂടും. പിന്നെ മുരുകൻ മുത്തപ്പൻ ഇടപെട്ടോണ്ടാ കൂട്ടുപലിശ ഞാൻ ഒഴിവാക്കിയത്. പലിശ കൃത്യമായിട്ട് തരണം. അപ്പോ എങ്ങനെയാ സാറേ, നാട്ടിൽ ആരെങ്കിലും വിളിച്ച് ഏർപ്പാട് ചെയ്ത പ്രമാണം ഇവിടെ എത്തിക്കാൻ പറ്റില്ലേ? ഞാനൊന്ന് നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. എന്നാ പിന്നെ ഡോക്യുമെന്റ് എല്ലാം കൊണ്ടുവന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ശരി. നിങ്ങൾ മുറിലോട്ടിരുന്നോ, ഞാനേ സാറിനൊന്ന് കൊണ്ടുവിട്ടിട്ട് വരാം. ശരി, ആയിക്കോട്ടെ. എല്ലാത്തിനും കൃത്യമായ വഴിയും പ്ലാനിങ്ങും ഒക്കെ ഉള്ള ആളല്ലേ. ഇതിനും കൂടി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. പറ. അതിനൊക്കെ വഴിയുണ്ട്. ഇനിയും വഴിയാ? നിന്റെ വഴി ശരിയാക്കി തരാം. ഉലയനാൻ. സാർ. ഫസ്റ്റ് ചോയ്സ് ഈ 3 പേർക്കാ. ഓ. നമ്പർ 1 ദാ ഈ ആപ്ലിക്കന്റാ. ഇത് അപർണ മുരളി സർ. യെസ്. ഈ കുട്ടിയുടെ ഡിസൈൻ നന്നായിട്ടുണ്ട്, കാണുമ്പോഴേ അറിയാം. വെരി ടാലന്റഡ്, വളരെ യൂണിക്കാ ഡിസൈനൊക്കെ. സോണി ഒരു കാര്യം ചെയ്യ്, ആ കുട്ടീനെ ഒന്ന് ഇൻഫോം ചെയ്യ്. സർ, ഇന്റർവ്യൂവിന് ഡേറ്റ് ഫിക്സ് ചെയ്ത് അറിയിക്കട്ടെ? നോ, ഇന്റർവ്യൂ ഒന്നും വേണ്ട, ഫിക്സ് ചെയ്തോ. ഓക്കെ സർ. ഓക്കെ സാർ. ഇങ്ങനെ ഫിക്സ് ചെയ്യാനായിരുന്നെങ്കിലേ പിന്നെ ഈ പേപ്പർ അടക്കിയിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന എന്തിനാ? സൊണാലി അത്ര വലിയ റെപ്യൂട്ടഡ് സ്ഥാപനമല്ലേ. എന്റെ അടുത്ത് തന്നെ പറഞ്ഞല്ലോ, പ്രോപ്പർ ചാനലിലൂടെ മാത്രമേ സ്റ്റാഫിനെ ഫിക്സ് ചെയ്യുള്ളൂ എന്ന്. കമ്പനിയുടെ റൂളാണെന്നൊക്കെ. എന്നിട്ടിപ്പോ ഈ റൂളൊക്കെ എവിടെ പോയി? കഷ്ടം. എന്തല്ലേ ഇപ്പം പിള്ളേരുടെ കാര്യം? പിന്നെ ഭയങ്കര ഗ്ലാമറാ പുള്ളി. ഈ ഭംഗിയുള്ള ചൊറിയാൻ പുഴുവില്ലേ, പുറത്തുനിന്ന് നോക്കുമ്പോ നല്ല പച്ച, മഞ്ഞ, നീല, കറുപ്പ്, നല്ല റെയിൻബോ പോലെ ഇരിക്കും. പക്ഷെ അടുത്തോട്ട് ചെന്ന് തൊട്ട് നോക്കുമ്പോ അറിയാം താനീ സ്വഭാവം. അത് തന്നെയാ MD-യുടെ അവസ്ഥയെന്ന് അടുപ്പുള്ളവർക്കല്ലേ അറിയൂ. നിന്റെ ലഡുവും സൊനാലിയായിട്ടുള്ള കാര്യം നീ പറ. എനിക്കേ ആ കമ്പനിയിലെ ഡിസൈനറായിട്ട് ജോലി കിട്ടി. സൊനാലിയുടെ ഡിസൈനറോ? നീയോ? ഞാൻ തന്നെ. എന്തോ
ഡിസൈനർ ആവാൻ കൊള്ളൂലേ? എനിക്കെന്താ അതിന് പറ്റിയൊരു ലുക്കില്ലേ? ലുക്ക് അല്ല ഡിസൈനർക്ക് വേണ്ടത്, ഇതിന്റെ അകത്തെ ആൾതാമസോ. ഉള്ള താമസമൊക്കെ വെച്ച് തൽക്കാലം മാഷൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അഡ്ജസ്റ്റ് ചെയ്യണോ വേണ്ടയോന്ന് നീ അല്ല തീരുമാനിക്കുന്നത്. മാഷിന് ഞാൻ പറഞ്ഞത് വിശ്വാസം വരുന്നില്ലേ? മാഷെന്നാ പപ്പയോട് ചോദിക്കേ, ചെല്ല്. കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? എന്റെ അനിയത്തിയെ ഡിസൈനറായി ജോയിൻ ചെയ്യിപ്പിച്ചതിനും. ആരെടുത്തു? ഞാൻ അവളെ അപ്പോയിന്റ് ചെയ്തത്. നീ ഡിസൈനേഴ്സിന് വേണമെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തില്ലേ? ഇവക്ക് അത്യാവശ്യം ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. പപ്പ, എന്റെ ഓഫീസിനൊരു ഡിസിപ്ലിൻ ഉണ്ട്, ഒരു വർക്ക് സ്റ്റൈൽ ഉണ്ട്. അതിന് ടാലന്റ് വളരെ പ്രധാനമാണ്. നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് നല്ല കോൺട്രിബ്യൂഷൻ ആണ് ഡിസൈനേഴ്സിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഡിസൈൻ ടീമിനെയാണ് എനിക്ക് ആവശ്യം. ആ ടീമിനെ നയിക്കാൻ ഇവക്ക് പറ്റും. ഇതെന്റെ തീരുമാനമാണ്. ഞാൻ കൊടുത്ത അപ്പോയിന്റ്മെന്റ് ഓർഡർ നിന്റെ മെയിലിൽ കിടപ്പുണ്ട്. പപ്പ, അപ്പൊ എന്റെ തീരുമാനങ്ങൾക്കൊരു വിലയില്ലേ? മമ്മി ഇതിന് കൂട്ടി നിൽക്കരുത്. നമ്മുടെ ബിസിനസിന്റെ വളർച്ചയാണ് ഇമ്പോർട്ടന്റ്, അല്ലാതെ ചീപ്പ് ഫാമിലി സെന്റിമെന്റ്സിന്റെ പിന്നാലെ അല്ല പോകേണ്ടത്. മമ്മി ഒന്ന് പറയട്ടെ. എടാ മോനെ, നീ ഇനി വലിയ പിടിവാശി കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. പപ്പയുടെ കാലശേഷം വേണേൽ നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, പക്ഷെ ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. നീ എത്ര വളർന്നാലും ഈ കുടുംബത്ത്, ഈ തറവാട്ടിൽ നിന്റെ പപ്പയുടെ തീരുമാനം തന്നെയാ വലുതെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. നീ മിടുക്കനാ, ഒരുപാട് വളർന്നു. പക്ഷേ സ്വന്തം പപ്പയുടെ തലയ്ക്ക് മുകളിൽ വളരണ്ട. പപ്പ ജീവിച്ചിരിക്കുമ്പോ. നീ എത്ര വേണേലും ശ്രമിച്ചു എന്റെ അനിയത്തെ സൊനാലിയിൽ സ്റ്റാഫ് ആക്കാതിരിക്കാൻ വേണ്ടിട്ട്. പക്ഷേ അവൾ സൊനാലിയുടെ ഓഫീസിൽ തന്നെ കാണും, ഈ വീട്ടിലും. അവളെ നിന്റെ കൂടെ നിർത്തി നിനക്കൊരു സപ്പോർട്ടായി വളർത്തിക്കൊണ്ട് വരാനാ നീ നോക്കേണ്ടത്, അല്ലാതെ ചവിട്ടിത്തേക്ക് അല്ല വേണ്ടത്. നിന്റെ കൂടെ കൂടാൻ ഒരുപാട് പെമ്പിള്ളേരുണ്ടാവും, ഓഫീസിലും ചെല്ലുന്നിടത്തും എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ നിന്നെ 100% മനസ്സിലാക്കി സ്നേഹിക്കുന്ന, നിന്റെ കുറ്റവും കുറവും മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരു പെണ്ണാ മുന്നു. അത് നിന്റെ സമ്പാദ്യമാന്ന് കണ്ട് ജീവിക്കാൻ പഠിക്ക്. കഴിഞ്ഞോ? അച്ഛന് മുകളിൽ മക്കൾ വളരാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? സമ്മതിച്ചു. ഇതാ അച്ഛന്റെ മകനാ. ആ മകന്റെ തലയ്ക്ക് മുകളിൽ വളരാൻ വന്നു കയറിയ ഒരു പെണ്ണിനെ സിദ്ധു സമ്മതിക്കില്ല, എന്റെ മമ്മി ഒഴിച്ച്. സേതു സാറും വിളിച്ചു, മിസ്സിസും വിളിച്ചു. എന്തായാലും നന്നായി. എന്റെ ചെയർ എവിടെയാ? ചെയറ് അത് MD സാറ് വന്ന് അലോട്ട് ചെയ്തോളില്ലേ. അതുവരെ MD സാറിന്റെ മുറിയിൽ അങ്ങോട്ട് ഇരിക്കാലോ അല്ലേ? MD സാറിന്റെ PA സംസാരിച്ചോളൂ. ചെന്നാട്ടെ. സാറ് അപ്പോയിന്റ്മെന്റ് ഓർഡർ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റർവ്യൂ? സാറിന് അങ്ങനെയുള്ള ഫോർമാലിറ്റീസിലൊന്നും തീരെ താല്പര്യമില്ല. സ്കെച്ച് കണ്ട ആളുടെ കാലിബർ എന്താണെന്ന് സാറിന് മനസ്സിലാവും. യു ആർ ഓൾറെഡി അപ്പോയിന്റഡ്.
താങ്ക് യു സോ മച്ച്. വണ്ടർ ത്രെഡ്സ് എന്ന കമ്പനിക്ക് വേണ്ടിയുള്ള വർക്കിന്റെ ഡീറ്റെയിൽസ് ആണിത്. പാർട്ടി വെയർ ഡ്രസ്സുകളാണ് അവർ ഓർഡർ ചെയ്തിരിക്കുന്നത്. അവരുടെ ഡിമാൻഡ്സും നീഡ്സും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള ഡിസൈൻസ് ആണ് നമുക്ക് വേണ്ടത്. റഫ് സ്കെച്ച് ചെയ്ത് സാറിനെ കാണിക്കണം. ഏറ്റവും സീനിയേഴ്സിനെ മാത്രം ഏൽപ്പിക്കുന്ന ജോലിയാണിത്. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഓക്കെ, ഷുവർ. ഡ്രോയിങ് ബുക്ക്. പ്രതിഭ മാഡം, ഇതെന്താ? ഡ്രോയിങ് പേപ്പർ. അതെനിക്ക് മനസ്സിലായി. ഞാനൊരു ഡിസൈനർ അല്ലേ. ഇത് എന്റെ നേരെ നീട്ടിയതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. മാഡം, ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത് മാഡവും കേട്ടതല്ലേ? ഏതാണ്ട് ഒരു വണ്ടർ മറ്റേ പാർട്ടി വെയർ അങ്ങനെ എന്തോ അല്ലേ? അവരെ കാണിക്കാൻ ഒരു ഡിസൈൻ വരച്ച് കാണിക്കാൻ MD സാർ പറഞ്ഞിട്ടുണ്ട്. ഓ, ഇത്രയും ഡിസൈനേഴ്സ് ഉണ്ടായിട്ടും അവസാനം ഞാൻ തന്നെ വേണ്ടി വന്നു അല്ലേ? ശരി, ഞാൻ 1, 2, 3 സ്കെച്ച് വരച്ചു തരാം. വണ്ടർകാര് വണ്ടർ അടിക്കട്ടെ. ലഞ്ചിന് മുൻപ് സാർ വരും. അപ്പോഴേക്കും ഫിനിഷ് ചെയ്ത് പ്രസന്റ് ചെയ്യണം. ഓക്കെ? ഓക്കെ, കമോൺ. വരൂ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ടീ, കോഫി അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ക്യാൻറ്റീൻ താഴെ തന്നെ ഉണ്ട്. ഓക്കെ? ഇതിന് ഇനിയും സ്പീഡ് ഉണ്ടോടാ? മമ്മി ഇങ്ങനെ സാരി എടുത്ത് വൺ സൈഡ് ഇരുന്ന് ഞാൻ എങ്ങനെ സ്പീഡിൽ ഓടിക്കാനോ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല ജീൻസോ പലാസോ ഒക്കെ ഇട്ടേനെ. മമ്മി, നമുക്കേ നല്ല ചൂട് ചായയും കടിയും കഴിച്ചാലോ? ഞാൻ നിന്നോട് പറയണോന്ന് വിചാരിക്കായിരുന്നു. നല്ല ചൂട് പരിപ്പോടെ കിട്ടുവോ? ആ, നല്ല ചൂട് പരിപ്പോടെയും കട്ടൻ ചായയും ജോൺസൺ മാഷിന്റെ പാട്ടും മഴയും. വാവ് അല്ലേ? ഒന്ന് പോടാ. ആ മമ്മി, നമ്മുടെ ചേട്ടൻ പറയുന്ന പോലെ കഴുകാത്ത ഗ്ലാസും ഈച്ച പറക്കി കളയുന്ന ചായ ഒന്നുമല്ല ദാ ഇവിടെ കിട്ടുന്നത്. നല്ല ശുദ്ധമായ പശുവും പാലും കൊണ്ടുണ്ടാക്കിയ ചായ. ഇവിടെ ഉള്ളവരുടെ മനസ്സും ശുദ്ധമാണ്. നമ്മുടെ ചേട്ടനെ പോലെ അല്ല. ഒന്ന് പോടാ. വാ മോനേട്ടോ. ഓ, വന്നട്ടെ. മമ്മിയാണല്ലേ? ആ, ഇത് പുള്ളിയുടെ അച്ഛന്റെ കാലം തുടങ്ങിയുള്ള കടയാ. ആരാ? ഹായ്, എന്റെ പേര് റിയ. മാരേജിന് വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാ. മദ്രാസിലെ സുന്ദരേശൻ ചേട്ടന്റെ മോളാണോ? അല്ലല്ല, ഇപ്പൊ ദുബായിന്നാ വരുന്നത്. ബാലുവിന്റെ കൊളീഗ്സാ ഞാനും എന്റെ ഹസ്ബൻഡും. ഞങ്ങള് കണ്ണൂർകാരാണ്. ഇവിടെ കല്യാണം മുടങ്ങിയതും ഇഷ്യൂസും ഒക്കെ അറിഞ്ഞപ്പോഴാ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ബാലുവിന്റെ കാര്യം വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നല്ലോ. ഞങ്ങൾ ഇന്നലെ കൊച്ചിയിൽ ഇറങ്ങി. ഹസ്ബൻഡും മോനും നാട്ടിലേക്ക് പോയി. മൂപ്പര് ഭയങ്കര ഷോക്കിലാ. ബാലുവിന്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നേ.
അവനില്ലാത്ത ഈ വീട്ടിലേക്ക് വരില്ലെന്നും പറഞ്ഞ് അവിടെ തന്നെ നിന്നു. അതുകൊണ്ടാ എന്നെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വിട്ടത്. മോള് വരുന്ന കാര്യം നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കി. എന്തായാലും കേറി വാ. ആമി വാ വാ വാ. എന്താ അവിടെ നിക്കണേ? വാ. ആമി ആമി എവിടെ? ആമി ഉണങ്ങിയ തുണിയെടുക്കാൻ മുകളിലേക്ക് പോയിരിക്ക. ആ ദേ ബാലുവിന്റെ അമ്മൂമ്മയാ. ആണോ? തീരെ ചെറുപ്പായിട്ട് തോന്നുന്നു. ബാലുവിന്റെ അമ്മയെന്നാ ഞാൻ വിചാരിച്ചേ. അതെയോ? എന്നെ അവളെയും കണ്ടാലേ മൂത്തതും ഇളയതും ആണെന്നേ പറയത്തുള്ളൂ. അമ്മമ്മയാണെന്ന് പറയില്ല. ചേച്ചിയെ കണ്ടാലും അത് തന്നെയാട്ടോ. 5 വർഷത്തിന് മുമ്പ് കണ്ട പോലെയാ. അതേ സൗന്ദര്യവും അതേ വർത്തമാനവും. എന്നെ ഇതിനു മുമ്പ് നേരത്തെ കണ്ടിട്ടുണ്ടോ? പിന്നെ കാണാതെ? യൂട്യൂബിൽ ഞാൻ എല്ലാ പ്രോഗ്രാമും 10 തവണയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ട്. പ്രഭാസ് ചാനല്. ആണോ? എന്റെ പൊന്നു വെച്ചാൽ ഞാനൊരു നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നതാ. പക്ഷെ എല്ലാം കയറി അങ്ങ് വൈറലാവും. എന്തോ ചെയ്യാനാ? എന്നാലും മോളിതെങ്ങനെ കാണുന്നത്? നിനക്ക് സമയം കിട്ടുമോ? മാഡത്തിന് ഇതൊക്കെ ഒരു നേരം പോക്കായിരിക്കും. പക്ഷെ ഞങ്ങള് പ്രവാസികൾക്ക് അങ്ങനെയല്ല. എല്ലാരും ഇത് തന്നെ പറയുന്നത് കേട്ടോ. എല്ലാ പ്രവാസികളും പ്രഭാസ് ചാനൽ കാണുന്നുണ്ടോ? പിന്നില്ലാതെ. ശരിക്കും പറ, കൊച്ചെന്നെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ? എന്റെ പ്രഭേച്ചി വെറുതെ പറയുന്നതാണോ? ചേച്ചി പറയാറില്ലേ ഈ സ്കിൻ ടോണിനനുസരിച്ചുള്ള കമ്മലിടണമെന്നൊക്കെ? പറഞ്ഞിട്ടുണ്ട്. ആ മോക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല സ്കിൻ ടോണാ. നല്ല സുന്ദരി കൊച്ച. മൊട്ടയാണെങ്കിൽ എന്നാ ഇത് ഫാഷനാണോ? നന്നായിട്ടുണ്ട്. മോളെ പോലുള്ള 10,000-കണക്കിന് ഫോളോവേഴ്സാ എന്റെ ചാനലിന്റെ നട്ടില്. അതിവിടെ പലർക്കും അറിയത്തില്ല. ആമി ദേ നോക്കി, എന്റെ ഫാൻ. നിങ്ങൾക്കൊക്കെ അല്ലേ എന്റെ ചാനലിനെ പുച്ഛം? ഈ കൊച്ചന്റെ കട്ട ഫോളോവറാ. എന്നെ കാണാൻ വേണ്ടി വന്നതാ. കുറുന്തറന്ന് മാക്കക്കുഴിന്നൊന്നല്ല, അങ്ങ് ദുബായിന്ന്. പേര് പ്രിയ. അയ്യോ, പ്രിയല്ല, റിയ. ആ അതന്നെ. ആമി, ഞാൻ ബാലുവിന്റെ ഫ്രണ്ടാ. ഇവരങ്ങ് കണ്ണൂരാ. ഭർത്താവും മോനും ഇപ്പൊ നാട്ടിലുണ്ട്. കല്യാണത്തിന് വരാനിരുന്നതാ. ഇവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞപ്പോഴത്തേനും ബാലുവിന്റെ അമ്മേനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടേക്കുവാ ഭർത്താവ്. ദുബായില് നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തതല്ലേ മോളെ? ഞങ്ങള് 2 ഓഫീസിലായിരുന്നു. ഹസ്ബൻഡ് ബാലുവിന്റെ കൂടെ ഒരു മുറിയിലായിരുന്നു ഞങ്ങളുടെ മാരേജിന് മുമ്പ് വരെ. ഈ സനൽ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരന്റെ കാര്യം അവൻ എപ്പോഴും പറയുമായിരുന്നു. ആ സനലിന്റെ വൈഫാ ഞാൻ. ഞങ്ങക്ക് 4 വയസ്സുള്ളൊരു മോനുണ്ട്. സനല് കല്യാണം കഴിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അത് പിന്നെ നാട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്റർകാസ്റ്റ് മാരേജ് അല്ലേ, അതായിരിക്കും ബാലു പറയാതിരുന്നത്. എന്ത് ചെയ്യാനാ, എല്ലാം വിധിയാ. സർവേശ്വരൻ അത്രേ ആയുസ് കൊടുത്തിട്ടുള്ളൂ.